മലയാളം കലണ്ടറിലെയും ജ്യോതിശാസ്ത്രത്തിലെയും 14-ാമത്തെ നക്ഷത്രമാണ് ചിത്ര. ആകാശത്ത് മുത്തുപോലെ തിളങ്ങുന്ന ഈ നക്ഷത്രം കന്നിരാശിയിലും തുലാം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ചിത്തിര നക്ഷത്രത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. 1. അടിസ്ഥാന വിവരങ്ങൾ. നക്ഷത്രദേവത വിശ്വകർമാവ്, സൃഷ്ടിയുടെയും ശില്പകലയുടെയും ദേവൻ. ഗ്രഹനാഥൻ പ്ലാനറ്റ് ചൊവ്വ, മാർസ്. രാശി കന്നി, ആദ്യത്തെ പകുതി, തുലാം, രണ്ടാമത്തെ പകുതി. ചിഹ്നം തിളങ്ങുന്ന രത്നം അല്ലെങ്കിൽ മുത്ത്. ഗണം അസുരഗണം. ഭൂതം അഗ്നി. 2. സ്വഭാവസവിശേഷതകൾ. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ബുദ്ധിശാലികളും ക്രിയാത്മകമായി ചിന്തിക്കുന്നവരുമായിരിക്കും. സൗന്ദര്യബോധം. കാഴ്ചയിൽ ആകർഷകത്വമുള്ളവരും വസ്ത്രധാരണത്തിലും മറ്റും വലിയ ശ്രദ്ധ പുലർത്തുന്നവരുമായിരിക്കും. സംസാരശേഷി. വാക്ചാതുരിയുള്ളവരും തങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിവുള്ളവരുമാണ്. കലാപരമായ കഴിവ്. കല, ശില്പകല, ഡിസൈനിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടാകും. സ്വാതന്ത്ര്യദാഹം. ആരുടെയും കീഴിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്തവരും സ്വതന്ത്രമായി ചിന്തിക്കുന്നവരുമായിരിക്കും ഇവർ. 3. തൊഴിൽ മേഖലകൾ. ചിത്തിര നക്ഷത്രക്കാർക്ക് യോജിച്ച ചില തൊഴിൽ മേഖലകൾ ഇവയാണ്: വാസ്തുവിദ്യ, ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ്, ജ്വല്ലറി ഡിസൈനിംഗ്, കല, സിനിമ, ഫോട്ടോഗ്രഫി. നിയമം, രാഷ്ട്രീയം. 4. ചിത്തിര നക്ഷത്ര ദോഷപരിഹാരങ്ങൾ. ചിത്തിര നക്ഷത്രക്കാർ ചൊവ്വയുടെ സ്വാധീനമുള്ളവരായതിനാൽ ചൊവ്വാഴ്ചകളിൽ പ്രത്യേക വ്രതങ്ങളോ പ്രാർത്ഥനകളോ നടത്തുന്നത് ഉത്തമമാണ്. അനുകൂല നക്ഷത്രങ്ങൾ: അവിട്ടം, മകയിരം, വിശാഖം. ദോഷപരിഹാരം: സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിക്കുന്നത് ഇവർക്ക് ഉത്തമഫലങ്ങൾ നൽകും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യക്ഷേത്ര ദർശനം നടത്തുക. നക്ഷത്രമൃഗം: പുലി. വൃക്ഷം: കൂവളം. ചിത്തിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. ചിത്തിര നക്ഷത്രക്കാർ ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ മുന്നിട്ടു നിൽക്കുന്നവരാണ്. പ്രായോഗികമായ അറിവിനോടായിരിക്കും ഇവർക്ക് കൂടുതൽ താൽപ്പര്യം. സാങ്കേതികവിദ്യ, ടെക്നിക്കൽ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഡിസൈനിംഗ് എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കും. വിഷ്വൽ ആർട്സ്, ഗ്രാഫിക്സ് തുടങ്ങിയ ക്രിയാത്മകമായ വിഷയങ്ങളിലും ഇവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. 2. തൊഴിൽ, കരിയർ. ചൊവ്വയുടെ സ്വാധീനമുള്ളതിനാൽ ഇവർ കഠിനാധ്വാനികളും കാര്യശേഷിയുള്ളവരുമാണ്. സ്വയം തൊഴിൽ. ആജ്ഞാനുവർത്തികളായി ഇരിക്കാൻ താൽപ്പര്യമില്ലാത്തതിനാൽ ബിസിനസ്സോ സ്വതന്ത്രമായ തൊഴിലുകളോ ആണ് ഇവർക്ക് കൂടുതൽ അനുയോജ്യം. നിർമ്മാണ മേഖല. കെട്ടിട നിർമ്മാണം, ഇന്റീരിയർ ഡിസൈനിംഗ്, ശില്പകല. മാധ്യമം, പത്രപ്രവർത്തനം, സിനിമാരംഗം, ഫോട്ടോഗ്രഫി. കഠിനമായി പരിശ്രമിച്ചാൽ സർക്കാർ തലത്തിലുള്ള ഉയർന്ന പദവികളിൽ എത്താനും ഇവർക്ക് സാധിക്കും. 3. സാമ്പത്തികം, ഫൈനാൻസ്. സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ ഭാഗ്യമുള്ളവരാണ് ചിത്തിര നക്ഷത്രക്കാർ. ചെറുപ്പകാലത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാമെങ്കിലും മധ്യവയസ്സോടെ മികച്ച സാമ്പത്തിക ഭദ്രത കൈവരിക്കും. പിതൃസ്വത്തിനേക്കാൾ സ്വന്തം പ്രയത്നം കൊണ്ട് സമ്പാദിക്കുന്നതിലായിരിക്കും ഇവർക്ക് ഭാഗ്യം. ആഡംബരപ്രിയരായതുകൊണ്ട് പണം ചെലവാക്കുന്നതിൽ അല്പം നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. 4. വിവാഹവും കുടുംബജീവിതവും, മാരിയേജ് ആൻഡ് ഫാമിലി. കുടുംബത്തോടും പങ്കാളിയോടും സ്നേഹമുള്ളവരാണെങ്കിലും ഇവർക്ക് ചിലപ്പോൾ ദാമ്പത്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വഭാവം. പങ്കാളിയെ അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ഒഴിവാക്കിയാൽ കുടുംബജീവിതം സന്തോഷകരമാകും. വിവാഹപ്രായം. സാധാരണയായി 25 വയസ്സിന് ശേഷമുള്ള വിവാഹമാണ് ഇവർക്ക് കൂടുതൽ ഉത്തമം. 5. വിവാഹ പൊരുത്തം, മാച്ച് മേക്കിംഗ്. ചിത്തിര നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഇവയാണ്. അനുയോജ്യമായവ: അവിട്ടം, മകയിരം, വിശാഖം, ചോതി, വിശാഖം. തുലാം രാശി: ചോതി. മധ്യമം: പൂരുരുട്ടാതി, ഉത്രട്ടാതി. ഒഴിവാക്കേണ്ടവ: രോഹിണി, അത്തം, തിരുവാതിര നക്ഷത്രങ്ങളുമായി പൊരുത്തം കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായ പൊരുത്തത്തിന് ജാതകം പരിശോധിക്കേണ്ടതാണ്. ഒരു ചെറിയ അഭ്യർത്ഥന: ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഈ മറുപടി ഇഷ്ടപ്പെട്ടുവെങ്കിൽ അറിയിക്കുക, ഷെയർ. ചിത്തിര നക്ഷത്രക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇതയച്ചു കൊടുക്കുക. ഫോളോ, സ്റ്റേ ട്യൂൺഡ്. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾക്കായി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക.